കൂന്തൽ കറിവെക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് കൂന്തൽ കറി വയ്ക്കണമെന്ന് കാണിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. കൂന്തൽ കൂന്തൽ ഒരു അഞ്ചെട്ട് പടി കഴുകണം, എന്നാലേ വൃത്തിയാവുള്ളൂ കേട്ടോ. ഞാനിത് കുറേ പ്രാവശ്യമായി കഴുകണേ. അപ്പോൾ കൂന്തൽ കഴുകിയിട്ട് നമ്മൾ ഇതെങ്ങനെ കറി ഉണ്ടാക്കാമെന്നൊന്ന് കാണിക്കുക കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഇതാണ് എൻ്റെ കൂന്തൽ. ഇതാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: സബോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക്, ഒരു തേങ്ങയുടെ പാല് വേണം. അപ്പോൾ ഒരു തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഞാൻ പാല് പിഴിഞ്ഞ് വരാം. ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്ന സബോള ഇടണം. സബോള ഒന്ന് വഴറ്റണം. സബോള ഒന്ന് വഴറ്റും. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. സബോള ഇട്ട് സബോള സബോള ഒന്ന് വഴഞ്ഞ് വരച്ചേട്ടാ. സബോള ഒന്ന് വരക്കൊണ്ടേയിരിക്കുക, വഴഞ്ഞ് വരച്ചാൽ കല്ല് കുറച്ച് ഉപ്പിടുന്നത് നമ്മൾ വേഗം ഇടക്കിട്ടാ. ഇട്ടിട്ടാണ് ഇതാവും. അതാളൊന്നും വഴഞ്ഞ് ഉള്ളി നല്ല വഴഞ്ഞ് വന്നുണ്ട്. അതിലേക്ക് നമുക്ക് എന്താ ഇട്ടെടുക്കാം? തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി കല്ല് പോയി. ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഇളക്കി. 11 മണിയെല്ലാം ആയിട്ടുള്ളോ? 1 മണിക്ക് പോവാ.
വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അന്ന് ശരിയായി വന്നിട്ടുണ്ട്. ഒന്ന് വെക്കാമെന്ന് വെച്ചില്ല, പൊളിക്കാമെന്ന് വെച്ചില്ല. കറി ഉണ്ടായില്ല. ഫോൺ കൊടുക്കാം. ഇത് വെളുത്തുള്ളി ഒന്ന് ശരിയായി വന്നു. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനല്ല, എനിക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഇളക്കട്ടെ. മസാലപ്പൊടികളൊക്കെ കൊടുക്കാമെങ്കിൽ തക്കാളി ഒന്ന് പാകായി വരട്ടെ. മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഇടുക കേട്ടോ. പിന്നെ മുളക് പൊടി ഇടാ. മുളക് അങ്ങനെ എരിവിനനുസരിച്ച് ഇടാ. നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി കുറച്ചിടട്ടെ. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നു. മല്ലിപ്പൊടി ഇടുകയാണ്. 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടത്. ഇളക്കട്ടെ. ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഞാൻ മീനിടാൻ പോവുകയാണ്. ഒന്ന് വഴന്ന് വരട്ടെ. മുളകും പൊടിയൊക്കെ, മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടു. മീനിന് നല്ല നടക്കട്ടെ. ഈ കൂന്തളമീൻ ഇട്ടിട്ടാണ് കേട്ടോ. കൂന്തളമീൻ ഇടുകയാണ്. കൂന്തളമീൻ ഇടുകയാണ്. ഇങ്ങനെ കാണുമ്പോ കൊറേ ഉണ്ടാവും. കറി വെച്ചൊരു കുഞ്ഞാശം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇടുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഞാൻ എത്ര ഇടണ്ട് ഇനി ആവശ്യമുള്ളപ്പോൾ ഇനി ആവശ്യം ഒന്ന് നോക്കിയിട്ട് ഇടാം. കൂടിയാലോ. ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സിയിലടിച്ചിട്ട് അത്
രണ്ടാം പാൽ ആദ്യം ഒഴിക്കണം. രണ്ടാം പാൽ ഒഴിക്കണം. വറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാലും കൂടി ഒഴിക്കുകയാണ് കേട്ടോ. ഒന്നാം പാലും കൂടി ഇതിൽ ഒഴിക്കുകയാണ്. ഒന്ന് വറ്റി വരട്ടെ. പിന്നെ എന്തിനാ 2 തരം പാലൊക്കെ ആക്കി? അത് പിഴിഞ്ഞാൽ കിട്ടണ്ടേ? അല്ലാണ്ടും ആദ്യത്തെ പാല് കിട്ടുന്നില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. വറ്റി വരട്ടെ. നമ്മുടെ കൂന്തൽ കറി ഇവിടെ നല്ല വറ്റി വെന്ത് വരണം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കണം. ഗരം മസാലയുടെ പൊടി ഇടുകയാണ്. കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില ഇളക്കിയിട്ട് ഇറക്കാനായിരിക്കും കേട്ടോ. ഈ തരത്തിലായി. ഇനി ഇതൊന്ന് വറവിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഉള്ളി ഇടുക. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ചുവന്നുള്ളി ചെറുത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇതിലിടാൻ പോവുകയാണ് കേട്ടോ. വെള്ളം ഇട്ട് പ്ലേറ്റിലൊന്നും വെക്കണ്ട. നമ്മൾ ചട്ടി ചൂടാവാണ്ടാവും വെള്ളം വെച്ച്. അതിൽ വെള്ളം ഉണ്ട്. നേരം വഴുകിച്ചിട്ടേ ഇനി ഇതിലിടുക. ഇതിലിട്ട് ഉള്ളി ഇടുകയാണ്. അത് പിന്നെ വറക്കുമ്പോൾ അങ്ങനല്ലേ. ഇതിലെന്താ കാണുന്നത് പോലെ നടക്കുന്ന ഒഴിച്ചാൽ മതി. ചുവപ്പ് നിറാവണം. എന്നിട്ട് ഇങ്ങനെ വേണ്ട ഒഴിച്ചാൽ കറി റെഡിയായി. നമ്മുടെ കൂന്തൽ കറി ഇവിടെ റെഡി. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് വെക്കണേ കൂട്ടുകാരെ. ഇത് എല്ലാവരും ഇതുപോലെ വെച്ച് വെക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും അഭിപ്രായം അറിയിക്കുക.